Question number 8. A sphere of diameter 60 mm is resting centrally on top of a pentagonal prism which is on HP on one of its end faces. Prism is having a base edge 30 mm and altitude 40 mm. If the axes of both the solids are coinciding with each other, draw the isometric view of the combination of solid. One of the base edges of the prism is perpendicular to VP and it is on the left side of the viewer. Pentagonal prism അതിൻ്റെ മുകളിൽ ഒരു സ്പിയർ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പെൻഡഗണൽ പ്രിസത്തിൻ്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു VP തന്നിട്ടുണ്ട്. യൂഷ്വലി അങ്ങനെ തരാറില്ല, അതിൻ്റെ ആവശ്യമില്ല. പെൻഡഗണൽ പ്രിസം ആണ് ബോട്ടം സോളിഡ്, എൻഡ് ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നു, ദാറ്റ് മീൻസ് ബേസിൽ റെസ്റ്റ് ചെയ്യുന്നു. വൺ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP, ഞാനിവിടെ എടുത്തിരിക്കുന്നത് DE. ഈ ബേസ് എഡ്ജ് എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ടോപ്പിൽ വരയ്ക്കണം. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ DE ലെഫ്റ്റ് സൈഡിൽ തന്നെ എടുക്കണം, കാരണം ക്വസ്റ്റ്യനിൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ വ്യൂവർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഈ പെൻഡഗൺ വരയ്ക്കുക, എന്നിട്ട് സെൻറ്റർ കാണുക, എന്നിട്ട് സർക്കിൾ വരയ്ക്കുക. സ്പിയറിൻ്റെ ടോപ്പ് വ്യൂ സർക്കിൾ കിട്ടും. സ്പിയറിൻ്റെ റേഡിയസ് കൂടുതലായതുകൊണ്ട് ഈ പെൻഡഗൺ കാണില്ല, അതുകൊണ്ട് പെൻഡഗൺ ഡാഷ് ലൈൻ യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നു. ഇനി ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ പെൻഡഗണിൻ്റെ ഹൈറ്റ് 40, ആക്സസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അതിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് പ്രിസത്തിൻ്റെ ആക്സ് വരയ്ക്കുന്നു. ഇനി ഈ പ്രിസത്തിൻ്റെ മുകളിലാണ് സ്പിയർ നിൽക്കുന്നത്, അപ്പോൾ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്പിയർ ആയിരിക്കും, അത് 30 ആണ്. അതിൽ സർക്കിൾ വരയ്ക്കുന്നു. ഇത്രയാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്സോളം കിട്ടും. ഐസോമെട്രിക് വ്യൂ ആണ്, അതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിലിൻ്റെ ആവശ്യമില്ല. ബട്ട് ഞാനിവിടെ ഐസോമെട്രിക് സ്കെയിൽ വരച്ചിട്ടുണ്ട്, അതെന്താണെന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 7 ഈ ഹൊറിസോണ്ടൽ ലൈനിൽ 2 എടുത്തതിന് ശേഷം ആണ് വരച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ 1 ആണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് ഫ്രണ്ട് വ്യൂയുടെ ഡയറക്ഷൻ മാറും. ഇത് 2 എടുത്ത് വരച്ചവർക്കാണെങ്കിൽ ഈ ഡയറക്ഷനിലായിരിക്കും ഫ്രണ്ട് വ്യൂ ഉണ്ടാവുക. 30 ഡിഗ്രി ലൈൻസ് വരച്ച് പെൻഡഗണിൻ്റെ റോംബസ് 1 2 3 4 വരച്ച് കഴിഞ്ഞിട്ട് അതിൽ 4D 1E ഈ ഡിസ്റ്റൻസൊക്കെ മാർക്ക് ചെയ്ത് പെൻഡഗൺ മാർക്ക് ചെയ്യുക. ആക്സസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് O ലൊക്കേറ്റ് ചെയ്യുക, കാരണം നമുക്ക് ഈ പോയിൻ്റ് ആവശ്യമുണ്ട്. ഈ പോയിൻ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് എടുക്കേണ്ടത്, അതുകൊണ്ട് O മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെത്തേഡ് ഓഫ് പോയിൻറ്റ്സോ അല്ലെങ്കിൽ ഓഫ്സെറ്റ് മെത്തേഡോ യൂസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരണം. PP ലൈൻ കൺസിഡർ ചെയ്യുന്നു, ആ ലൈൻ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. 1P ഡിസ്റ്റൻസ് എടുത്തിട്ട് 1 2 ഇവിടെ P മാർക്ക് ചെയ്യുന്നു, ആ സെയിം ഡിസ്റ്റൻസിന് ഇവിടെ മാർക്ക് ചെയ്ത് ഈ ലൈൻ വരയ്ക്കുന്നു. ഇതിലേക്ക് PO ഡിസ്റ്റൻസ് എടുത്ത് O ലൊക്കേറ്റ് ചെയ്യുന്നു. Oയുടെ ഹൈറ്റ് 40 ആണ്. 40 എടുക്കുമ്പോൾ ഇവിടെ ടോപ്പ് ബേസിൻ്റെ സെൻറ്റർ കിട്ടുന്നു. അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഈ PP ലൈൻ ആൻഡ് ഇവിടെ QQ ലൈൻ, ആ ലൈനിനെ ഇവിടെ കൊണ്ടുവന്നാൽ മതി, രണ്ടും സെയിം ആണ്. ഇനി അതല്ല, റോംബസിന് ഹൈറ്റ് കൊടുത്തിട്ട് മുകളിൽ ഇവിടെ പെൻഡഗൺ വരച്ച പോലെ വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെയും ഇവിടെ സെൻറ്റർ കണ്ടെത്താൻ പറ്റും. സ്പിയറിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണമെങ്കിൽ ഈ സ്പിയറിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യണം. ആക്സസ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, ഇവിടെയാണ് പ്രിസത്തിൻ്റെ ആക്സസ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റിലേക്കുള്ള ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അത് ഐസോമെട്രിക് വ്യൂവിൽ റേഡിയസ് ഓഫ് സ്പിയർ ആയിരിക്കും. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ 30 × 0.816 ചെയ്യണം. സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുന്നു, ഈ ഡിസ്റ്റൻസ് 30 ആണ്. പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ട് 30 റേഡിയസിൽ സർക്കിൾ വരയ്ക്കരുത്. സ്പിയറിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ 30 × 1.22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ അതിന് വേണ്ടിയാണ് ഇവിടെ സ്കെയിൽ വരച്ചിരിക്കുന്നത്. ഹൊറിസോണ്ടൽ ലൈനിൽ 30 mm എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഐസോമെട്രിക് ലൈനിൽ കിട്ടുക 30 × 0.816 ആണ്. അതുകൊണ്ട് ഇവിടെ 30 എടുക്കുകയാണെങ്കിൽ ഈ ലൈന് പാരലൽ ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഈക്വൽ ടു 30 × 1.22 ആണ്. അതായത് കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാതെ സർക്കിളിൻ്റെ റേഡിയസ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. 1.22 × 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 36.6 കിട്ടും. ആ റേഡിയസിൽ ഇവിടെ സർക്കിൾ വരച്ചാൽ മതി. ഈ ഡയറക്ഷൻ ഫ്രണ്ട് വ്യൂ കൊടുക്കണം, കാരണം ഈ രണ്ട് ക്വസ്റ്റ്യനിലും സോളിഡ്സിൻ്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു പ്ലെയിൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോഴാണ് DE ദാറ്റ് ഈസ് 1 ബേസ് എഡ്ജ് VPക്ക് പെർപെൻഡിക്കുലർ ആകുന്നത് ആൻഡ് അത് ലെഫ്റ്റ് സൈഡിലും ആകുന്നത്. ഓക്കെ, ഈ ഡയറക്ഷനാണ് ഫ്രണ്ട് വ്യൂ കൊടുക്കുന്നതെങ്കിൽ എഡ്ജ് പാരലൽ ടു VP ആയിരിക്കും, അത് എവേ ഫ്രം VP ആയിരിക്കും. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ 4 മാർക്ക് കിട്ടും, വരച്ചില്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ദെൻ 4 + 7 മാർക്സ് ഫോർ പ്രിസം, 7 മാർക്സ് ഫോർ സ്പിയർ, ടോട്ടൽ 14 + 4 18 + 2 മാർക്സ് ഫോർ നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ്. ഓർത്തോഗ്രാഫിക് വരച്ചില്ലെങ്കിൽ ഈ 4 മാർക്സ് ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ദാറ്റ് ഈസ് 9 + 9 + 2 മാർക്ക് ഫോർ നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ്. പിന്നെ ഈ ഡയറക്ഷനൊക്കെ കൊടുക്കാൻ പലരും വിട്ടുപോയിട്ടുണ്ടാവും, അങ്ങനെ ചെയ്തില്ലെങ്കിലും മാർക്ക്
കുറയ്ക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഐസോമെട്രിക് പ്രൊജക്ഷനാണ്, 3D വ്യൂ ആണ്. ഈ കോമ്പിനേഷൻ കറക്റ്റായി ചെയ്തവർക്ക് ഫുൾ മാർക്ക് കിട്ടേണ്ടതാണ്.